നമസ്കാരം. ADM നവീൻ ബാബുവിന്റെ ദുരൂഹ മരണം സംബന്ധിച്ച് ഹൈക്കോടതി സുപ്രധാന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കേസ് ഡയറി ഹാജരാക്കണം എന്നത്. ഇതുപോലൊരു തിരിച്ചടി സത്യത്തിൽ CPM-ന് കിട്ടാനില്ല എന്ന് തന്നെ പറയാം. മഞ്ജുഷയുടെ നീക്കം തന്നെ CPM-ന് വലിയ തിരിച്ചടിയായിരുന്നുവെന്ന് പ്രത്യേകം പറയേണ്ടതുമില്ല. CPM കുടുംബം ആയതുകൊണ്ട് തന്നെ പാർട്ടിക്ക് അനഭിമതമായത് ചെയ്യില്ല എന്നാണ് ധരിച്ചിരുന്നത്. അതിനാൽ ദിവ്യയുടെ അറസ്റ്റും വിടുതലും ഒക്കെ കൊണ്ട് ഈ കേസ് അങ്ങ് ഒതുക്കി തീർക്കാമെന്ന് കരുതി. പക്ഷേ മഞ്ജുഷ തങ്ങളെ പാർട്ടി കബളിപ്പിച്ചു എന്നത് മനസ്സിലാക്കിയതോടെ ആ നീക്കം, ആ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അങ്ങ് നടത്തി. അത് കോടതി ഗൗരവത്തോടെ കാണുകയും ചെയ്തു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് ഹർജി പരിഗണിച്ചത്. എന്തായാലും മഞ്ജുഷയുടെ നിയമ പോരാട്ടത്തിൽ വരുന്ന മാസം 9-ന് അത് കോടതി ഗൗരവത്തോടെ കാണുകയും ചെയ്തു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ആണ് ഹർജി പരിഗണിച്ചത്. എന്തായാലും മഞ്ജുഷയുടെ നിയമ പോരാട്ടത്തിൽ വരുന്ന മാസം 9-ന് വിശദമായ വാദം കേൾക്കാനിരിക്കെ ജഡ്ജി ബെച്ചു കുര്യൻ തോമസിനെ തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്തിരിക്കുകയാണ്. ADM-ന്റെ മരണത്തിൽ കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടതോടെ പ്രത്യേക അന്വേഷണ സംഘം നെട്ടോട്ടമോടുകയാണ്. ഈ സാഹചര്യത്തിലാണ് ജഡ്ജി ബെച്ചു കുര്യന്റെ ഈ അപ്രതീക്ഷിത സ്ഥാനമാറ്റം. നവീന്റെ കേസിൽ ഇടപെട്ട 2 ദിവസം കഴിഞ്ഞതോടെയാണ് ഹൈക്കോടതി അഭിഭാഷകരുടെ പരിഗണനാ വിഷയം മാറ്റിക്കൊണ്ട് ഒരു ഉത്തരവ് പുറത്തു വന്നത്. ഈ ഉത്തരവ് പ്രകാരം നവീൻ ബാബു കേസിൽ ഇനി വാദം കേൾക്കുന്നത് ബെച്ചു കുര്യൻ ആയിരിക്കില്ല. പകരം അദ്ദേഹത്തെ ടാക്സ് മാറ്റേഴ്സ് ആൻഡ് റവന്യൂ റിക്കവറി എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരിഗണിക്കുന്ന ബെഞ്ചിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇതോടെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മഞ്ജുഷയുടെ ഹർജിയിൽ ഇനി വാദം കേൾക്കുന്നത് മറ്റൊരു ജഡ്ജിയായിരിക്കും. ഇവിടെ തികച്ചും ആകസ്മികമെന്ന് പറയുമ്പോഴും ബെച്ചു കുര്യൻ സർക്കാരിനെതിരെ ഇതിനു മുൻപ് എടുത്തിട്ടുള്ള നിലപാടുകളുടെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ എവിടെയോ എന്തൊക്കെയോ ചേരായകയുണ്ടെന്ന് തോന്നിപ്പോയാൽ തെറ്റു പറയാനും പറ്റില്ല. കാരണം ഇത്രയും ധൃതിപ്പെട്ട ഇത്തരത്തിലൊരു റോസ്റ്റർ ചേഞ്ച് പതിവില്ലാത്ത കാഴ്ചയാണ്. അതും 6-ാം തീയതി വാദം കേൾക്കാനിരിക്കെ 2-ാം തീയതി മുതൽ തന്നെ ഈ ചേഞ്ച് പ്രാബല്യത്തിൽ വരികയും ചെയ്യുന്നു. എന്തായാലും ഇവിടെ ഹർജിക്കാരിയുടെ ആവശ്യം CBI അന്വേഷണം വേണമെന്നതാണ്. എന്നാൽ സർക്കാർ ഈ വാദത്തെ എതിർക്കുകയാണ്. മുൻപും സർക്കാരിന് തിരിച്ചടിയാകുന്ന വിധികൾ ബെച്ചു കുര്യന്റെ ബെഞ്ചിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊന്നാണ് ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിക്കുന്ന തരത്തിൽ സംസ്ഥാന മന്ത്രി സജി ചെറിയാൻ നടത്തിയ പരാമർശത്തിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ടുള്ളത്. പ്രസ്താവിച്ചത് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഏകാംഗ ബെഞ്ചായിരുന്നു ഈ സുപ്രധാന വിധിക്ക് പിന്നിൽ. മാത്രമല്ല, കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയവർക്കെതിരെ എടുത്ത കേസ് റദ്ദാക്കിയതും ബെച്ചു കുര്യൻ തന്നെയായിരുന്നു. ഇത്തരത്തിൽ സർക്കാരിന് തിരിച്ചടിയായി 2 വിധികൾ പുറപ്പെടുവിച്ചിട്ടുള്ള ബെച്ചു കുര്യൻ നവീൻ ബാബുവിന്റെ കേസിൽ വാദം കേൾക്കാൻ ഒരുങ്ങുമ്പോൾ ഇത്തരത്തിലൊരു സ്ഥാനമാറ്റം ഉണ്ടാകുന്നത് ശ്രദ്ധിക്കപ്പെടുക തന്നെ ചെയ്യും. എന്തായാലും മഞ്ജുഷയുടെ ഹർജി നവീന്റെ കൊലയാളികളെ വിറളി പിടിപ്പിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ജഡ്ജിയുടെ പോലും ഈ സ്ഥാനമാറ്റമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ കാര്യത്തിൽ എന്താണ് വരുന്നത് എന്നുള്ളത്. നന്ദി.